ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ ഒരു പ്ലെയിൻ ക്രാഷ് നമുക്ക് എല്ലാവർക്കും അറിയാലേ. 242ഓളം പാസഞ്ചേഴ്സ് ആണ് അതിൽ മരണപ്പെട്ടത്. ആ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ അതിലെ ക്രൂ മെമ്പേഴ്സ് അടക്കമുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയാൻ അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. സീറ്റ് നമ്പർ 11A ഇരുന്ന, അതായത് ഈ ഒരു എമർജൻസി എക്സിറ്റിന്റെ അടുത്തിരുന്ന ഈ പറയുന്ന രമേശ് വിശ്വാസ് കുമാർ, അയാൾ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. പക്ഷെ ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. പല രീതിയിലും പല കാരണങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇയാള് ഈ ഒരു എമർജൻസി എക്സിറ്റ് വഴി ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഈ പ്ലെയിനിനകത്ത് ഒരു ഷിവറിങ് തുടങ്ങിയപ്പോൾ ഇയാൾ പേടിച്ച് ആ വാതിൽ തുറന്ന് അവിടുന്ന് എടുത്ത് ചാടി എന്നാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് ഈ ഒരു അപകടം നടന്നത് എന്നൊക്കെ കുറെ വാർത്തകൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അതായത് ഈ ഒരു പ്ലെയിനിനകത്തുള്ള ഇത്തരം സംഭവം തന്നെയാണ് ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നുണ്ട്. ഇന്നേക്ക് ഒരാൾക്ക് എമർജൻസി എക്സിറ്റ് ഒക്കെ തുറക്കാൻ സാധിക്കുമോ, അതും പ്ലെയിനിനകത്ത്? ശരിക്കും വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. 30,000 ഫീറ്റിന് മുകളിലാണ് ഈ ഒരു വിമാനം പറക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിമാനത്തിന്റെ അകത്തുള്ള എയർ പ്രഷർ അത് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു വിമാനത്തിന്റെ എയർ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഒരു എമർജൻസി എക്സിറ്റ് ഒന്ന് തുറക്കാൻ സാധിക്കില്ല. അത് ആര് വിചാരിച്ചാലും ശരി തന്നെ. ലാൻഡിങ് ഒരു ടേക്ക് ഓഫ് എടുക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ എയർ പ്രഷറിലൊക്കെ വലിയ വേരിയേഷൻ തന്നെ ഉണ്ടാകും അല്ലേ. കാരണം ഇത് നമ്മൾ മുകളിലോട്ട് പോകുന്തോറുമാണ് ഈ ഒരു എയർ പ്രഷർ കൂടുന്നത് തന്നെ. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവം, അതായത് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു എമർജൻസി വലിച്ചു തുറക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. അതായത് 2 വർഷം മുൻപ് സൗത്ത് കൊറിയയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഏതാണ്ട് 400 ഫീറ്റ് മാത്രം മുകളിൽ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് ഒരാള്, അയാൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു എമർജൻസി എക്സിറ്റ് തുറക്കുകയും അതിനുശേഷം കാറ്റുള്ളിലേക്ക് വരികയും, അങ്ങനെ ഈ ഒരു കാറ്റുള്ളിലേക്ക് വന്നാലുള്ള സംഭവം നമുക്കറിയാലോ. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം ഈ ഒരു പ്ലെയിൻ ക്രാഷ് ആകുമോ എന്നുള്ള രീതിയിൽ വരെ എത്തുകയായിരുന്നു ചെയ്തത്. അത് ഒന്ന് ആലോചിക്കുക. അത് 400 മീറ്റർ ടേക്ക് ഓഫ് ചെയ്ത ആ ഒരു ടൈമിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അവിടെ വലിയൊരു അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ആ പൈലറ്റിന്റെ അവസരോചിതമായിട്ടുള്ള ആ പെരുമാറ്റം കൊണ്ട് തന്നെ അയാൾ അത് ലാൻഡ് ചെയ്ത് ആ പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അപ്പൊ ഇവിടെയാണെങ്കിലോ ഈ ഒരു അപകടം നടക്കുന്നത് വെറും 600 ഫീറ്റിന് മുകളിൽ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു എമർജൻസി എക്സിറ്റ് തുറക്കാൻ സാധിക്കുമോ ചോദിച്ചാൽ തുറക്കാൻ പറ്റും. 2 കൊല്ലം മുൻപാണ് ഈ ഒരു സംഭവം നടന്നത്. സൗത്ത് കൊറിയയിൽ നടന്ന സംഭവം അത് വെറും 400 മീറ്റർ ഫീറ്റിന് മുകളിലായിരുന്നു. അപ്പൊ അറിയാലോ, 30,000-ന് മുകളിൽ പ്രഷർ ഉണ്ടാകുന്ന വ്യത്യാസവും ഈ ഒരു 400-600 ഫീറ്റിനിടയിലുള്ള ആ ഒരു പ്രഷറിന്റെ വേരിയേഷൻ വളരെ വലുത് തന്നെയാണ്. ഇതിനുശേഷമാണ് ഇയാൾ രക്ഷപ്പെട്ടു, അതായത് ഈ ഒരു വിമാന അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ ഒരുപാട് പേര് അതിശയിച്ചു. കാരണം എങ്ങനെ രമേശ് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ല എന്ന് ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമായിരുന്നല്ലോ ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ ജീവനോടെ പുറത്തെത്തിയ വാർത്ത പുറത്തു വന്നതും. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ രമേശ് വിശ്വാസ് കുമാർ ഏവരെയും അത്ഭുതപ്പെടുത്തി ഈ ഒരു അപകടത്തെ അതിജീവിച്ച് 242 പേരുമായി കത്തിയമർന്ന വിമാനത്തിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ച ഒരേ ആൾ. വലതുവശത്ത് വിമാന ചിറകിന് മുന്നിൽ ജനലിനോട് ചേർന്ന് 11A സീറ്റിലിരുന്ന വിശ്വാസിന് തീ പടരുന്നതിന് മുൻപ് പുറത്തു കടക്കാൻ കഴിഞ്ഞതാണ് രക്ഷയായത്. കാര്യമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നായിരുന്നു അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത്. ഒപ്പം സഞ്ചരിച്ച രമേശിന്റെ സഹോദരൻ മരണപ്പെടുകയും ചെയ്തു. ഇതുപോലെ തന്നെ വിമാന അപകടത്തിൽ നിന്ന് അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസുമായി ബന്ധപ്പെട്ട തായ്ലാന്റ് നടനും ഗായകനുമായ റുവാങ് സാക് ലോയ് ചൂസാക് പങ്കുവച്ച വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. 27 വർഷങ്ങൾക്ക് മുൻപ് താൻ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവമാണ് ഇയാള് പങ്കുവച്ചത്. അന്ന് നടൻ ഇരുന്നതും ഇതേ 11A സീറ്റിലായിരുന്നു. 1998 ഡിസംബർ 11 ദക്ഷിണ തായ്ലാന്റിലാണ് ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ തായ് എയർവേസ് ഫ്ലൈറ്റ് TG-261 ഒരു ചതുപ്പിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 146 പേരിൽ 111 പേര് മരിച്ചു. അന്ന് 20 വയസ്സായിരുന്നു റുവാങ് സാഗിന്. എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യാത്രക്കാരനായ വിശ്വാസ് 11A സീറ്റിലാണ് ഇരുന്നത് എന്ന് കേട്ടപ്പോൾ തനിക്ക് മരവിപ്പ് അനുഭവപ്പെട്ടു എന്നാണ് നടൻ പറഞ്ഞത്.
ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. തന്റെ പക്കൽ അന്നത്തെ ബോർഡിംഗ് പാസ് ഇല്ലെങ്കിലും അന്നത്തെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പത്രവാർത്തകളിൽ തന്റെ സീറ്റ് നമ്പറും ഉണ്ടെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കി. വിശ്വാസ് കുമാർ രക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ തന്റെയും അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പറുകളിലെ സാമ്യത കണ്ട് അമ്പരന്ന് പോയെന്നാണ് റുവാങ് സാഗ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു വിമാന ദുരന്തത്തിന് അതിജീവിച്ചയാൾ. അദ്ദേഹവും എന്റേതിന് സമാനമായ സീറ്റിലായിരുന്നു ഇരുന്നത്. 11A. റുവാങ് സാഗ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: അപകടത്തിന് ശേഷമുള്ള തന്റെ ജീവിതത്തെ രണ്ടാം ജീവിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അനുശോചനവും അറിയിച്ചു. വിമാന അപകടത്തിന് ശേഷം വർഷങ്ങളോളം താൻ അനുഭവിച്ച ആഘാതത്തെയും അതിജീവിച്ചയാളുടെ കുറ്റബോധത്തെയും കുറിച്ച് നടൻ നിരവധി അവസരങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം പിന്നീട് വിമാനയാത്ര നടത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും ഈ ഒരു വിമാന അപകടം ലോകമെമ്പാടും ഞെട്ടിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കണ്ട് ലോകം അമ്പാട് ഞെട്ടിത്തിരിച്ചുപോയി. കാരണം കൃത്യമായിട്ടുള്ള ആ ഒരു വീഡിയോ, അതായത് നിമിഷ നേരത്തിനുള്ളിൽ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ പ്രത്യക്ഷമായതും. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ലക്ഷ്മി നഗറിൽ നിന്നായിരുന്നു വൈറലായ ഈ ഒരു ദുരന്ത വീഡിയോ ചിത്രീകരിച്ചത്. ആരാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചത്? കാരണം നിമിഷ നേരത്തിന്, ഈ ഒരു അപകടം ഉണ്ടായ നിമിഷ നേരം കൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നതും പിന്നാലെ അത് പ്രചരിച്ച ആളിലേക്കും എത്തി. 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആര്യൻ അൻസാരിയാണ് തന്റെ മൊബൈൽ ക്യാമറയിൽ ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത്. എയർപോർട്ടിന് സമീപത്ത് വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്ന കാഴ്ച. ആരവല്ലി ജില്ലയിലുള്ള തന്റെ സുഹൃത്തിനെ കാണിക്കാനായിരുന്നു ആര്യൻ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഈ ഒരു വീഡിയോ പകർത്തിയത്. എന്നാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സംഭവങ്ങൾക്കായിരുന്നു ആര്യൻ പിന്നീട് സാക്ഷിയായത്. എയർ ഇന്ത്യയുടെ കൂറ്റൻ വിമാനം തന്റെ കൺമുന്നിൽ തകർന്നു വീണ് തീഗോളമായി മാറി. തന്റെയും അച്ഛന്റെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് ആര്യ പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു. ഈ ഒരു അപകടശേഷം അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് സംഘം ആര്യനെ സമീപിച്ചതായും വീഡിയോയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞതായും അയൽവാസിയായ സുനിത സിംഗ് പറയുന്നുണ്ട്. അപകടം കണ്ട് ആര്യൻ പേടിച്ചിരിക്കുകയാണെന്നും വിമാനം കാണുമ്പോഴെല്ലാം അവന് ഇപ്പോൾ പേടിയാണെന്നാണ് സമീപവാസികൾ പറയുന്നത്. അതേസമയം ഈ ഒരു വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ആളായ രമേശ് കുമാർ താൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അതിന് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വിശ്വാസ് കുമാർ 2 ദിവസത്തിനകം ആശുപത്രി വിടും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിശ്വാസ് കുമാറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നത് അദ്ദേഹത്തിന് നേരിയ തോതിലുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇടത് കൈത്തണ്ടയിൽ ചില പോറലുകളും ഇടത് കൺപോളയിലും കണ്ണുകളിലും വീക്കവും മാത്രമാണ് ഉള്ളത്. 2 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമെന്നും ഡോക്ടർ അറിയിച്ചു. വിശ്വാസ് കുമാറിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ അഹമ്മദാബാദിൽ എത്തും. വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതിൽ എല്ലാവർക്കും സന്തോഷമാണെങ്കിലും സഹോദരൻ അജയ് കുമാറിന്റെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ വിശ്വാസ് കുമാർ വീട്ടുകാരെ മൊബൈലിൽ വീഡിയോ കോൾ ചെയ്തെന്ന വാർത്തയും വലിയ തോതിൽ വൈറലായിരുന്നു. വിശ്വാസ് കുമാർ വിവാഹിതനും ഒരു കുഞ്ഞിന്റെ പിതാവുമാണ്.